മലയാള സിനിമയിലെ മുതിർന്ന ഗാനരചയിതാവാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മലയാള ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ നിരവധി പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴിതാ മലയാള സിനിമയിലെ ഗ്രൂപ്പിസത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് കൈതപ്രം. സഫാരി ചാനലിലെ പരിപാടിയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ. ശ്രീകുമാറിനെ പിന്തുണയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഗ്രൂപ്പിനെക്കുറിച്ചാണ് കൈതപ്രം സംസാരിക്കുന്നത്. തന്നെക്കുറിച്ച് ശ്രീകുമാറിനുണ്ടായിരുന്ന തെറ്റിദ്ധാരണയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. MG ശ്രീകുമാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണ്. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെയും കൂടെ ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളിൽ ഇപ്പോഴും അതേ സമീപനമാണ് എനിക്ക് അദ്ദേഹത്തോട് എന്ന് കരുതരുത്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു പ്രശ്നവുമില്ല. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാനാകില്ലെന്നാണ് കൈതപ്രം പറയുന്നത്. ശ്രീകുമാറിനെ ഞാൻ ആദ്യം കാണുന്നത് അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ്. അന്ന് രാധാകൃഷ്ണൻ ചേട്ടനുണ്ട്. അവർ ഒരുമിച്ച് കച്ചേരി നടത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട്. പക്ഷേ ഞാൻ സിനിമയിലേക്ക് എത്തുമ്പോൾ കുറച്ച് ഗ്രൂപ്പിസമൊക്കെ തുടങ്ങിയിരുന്നു. ശ്രീകുമാറിനെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രൂപ്പ്, ദാസേട്ടനെ ഔട്ടാക്കാൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. അദ്ദേഹം പറയുന്നു, എനിക്കതിലൊന്നും ഒരു വിശ്വാസവുമില്ല. ശ്രീകുമാറിന് ആരുടെയെങ്കിലും പിന്തുണയുടെ ആവശ്യമില്ല. അതുപോലെ ആരെങ്കിലും വിചാരിച്ചാൽ ദാസേട്ടനെ ഔട്ടാക്കാനും സാധിക്കില്ല. ഇന്നലെയും ഞാനും ശ്രീകുമാറിനെ കണ്ടു. ദാസേട്ടനെക്കുറിച്ച് ശ്രീകുമാർ സംസാരിക്കുന്നത് കേട്ടു, ഇഷ്ടപ്പെട്ടു. നല്ല ഗുരുത്വമുള്ള ആളാണ്. പക്ഷേ എനിക്ക് വിഷമമായൊരു കാര്യമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഹിസ് ഹൈനസ് അബ്ദുള്ള സിനിമയിൽ ഒരു പാട്ടാണ് ശ്രീകുമാറിന് ലഭിച്ചത്. ആ പാട്ടിൽ ശ്രീകുമാർ സംതൃപ്തനായിരുന്നില്ല. ആ ചിത്രത്തിലെ ബാക്കിയുള്ള പാട്ടുകൾ ഇയാൾ പാടുന്നതിൽ നിന്നും തഴഞ്ഞ് ദാസേട്ടനെ കൊണ്ട് പാടിച്ചതിൽ എനിക്ക് പങ്കുണ്ടെന്ന് ശ്രീകുമാർ കരുതിയിരുന്നു. പക്ഷേ ശരിക്കും എനിക്ക് പങ്കില്ല. മാത്രമല്ല എനിക്ക് അതിനുള്ള സ്വാധീനവുമില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് ആരെയും ഒഴിവാക്കുകയുമില്ല. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ വിശ്വസിച്ചില്ലെന്നും കൈതപ്രം പറയുന്നു. അന്ന് നാദരൂപിണി എന്ന പാട്ടിലെ ആളെ മാറ്റാൻ എന്നോട് പറഞ്ഞിരുന്നു. അതിനായി എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു തന്നിരുന്നു. ശ്രീകുമാറിനെ മാറ്റി പകരം മറ്റൊരാളെ കൊണ്ട് പാടിക്കാനായിരുന്നു എന്നെ ഏൽപ്പിച്ചത്. പക്ഷേ ഞാൻ അന്ന് പോയില്ല. ശ്രീകുമാറിൻ്റെ പാട്ട് തന്നെ മതിയെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ശ്രീകുമാറിനെയാണ് ഞാൻ പിന്തുണച്ചത്. പിന്നീട് പാട്ടിന് ശ്രീകുമാറിന് ദേശീയ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഞാനതിൽ അഭിമാനിക്കുന്നുവെന്നും കൈതപ്രം പറയുന്നു. പിന്നീട് എൻ്റെ 2 പാട്ടുകൾക്ക് ശ്രീകുമാറിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ എന്നെ വേദനിപ്പിച്ചൊരു കാര്യമുണ്ടായി. അതിൽ ശ്രീകുമാറിന് പങ്കില്ല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജഗദീഷിനെ കണ്ടു. നിങ്ങളെന്താണ് ശ്രീകുമാറിനെ പിന്തുണയ്ക്കാത്തത്? ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ ഔട്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞുവെന്നും കൈതപ്രം പറയുന്നു. ഇവരൊന്നും വിചാരിച്ചാൽ എന്നെ ഔട്ടാക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും സിനിമയിലുണ്ട്. അങ്ങനെയൊന്നും ആരെയും ഔട്ടാക്കാനും ഇന്നാക്കാനും പറ്റില്ല. ശ്രീകുമാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.